ഇങ്ങനെ എത്ര പൂട്ടിയാലും കാവൽക്കാരെ നിർത്തിയാലും ചെരുപ്പ് മോഷ്ടാക്കൾ ഇങ്ങനെ ചെരുപ്പും കൊണ്ട് പോയിരിക്കും. കണ്ടോ? ആരോട് പറഞ്ഞേക്കരുത് കേട്ടാ. എന്റെ അനന്തരവാ, നീ ഇതിൽ എന്ത് മാജിക് ആണ് ചെയ്യുന്നത് മോനെ? അമ്മാവാ, ഇത് മാജിക് ഒന്നുമല്ല, ഇതൊരു ട്രാക്കർ ആണ്. കള്ളൻ നിങ്ങളുടെ ചെരുപ്പ് മോഷ്ടിച്ചോണ്ട് പോയാൽ അയാളുടെ സ്ഥലം ഈ മീറ്ററിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇത് കൊള്ളാലോ അനന്തരവാ, നീ ശരിക്കും ഗ്രേറ്റ് ബോയ് ആണല്ലോ. ഈ കുഞ്ഞു ബുദ്ധിയിൽ ഇത്രയും വലിയ ബുദ്ധി ഉണ്ടായിരുന്നല്ലേ? ഷൂസിങ് താ മോനെ. അതെ, ചെരുപ്പ് ശരിക്കും പുതിയതാണ്. നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണ് വാടകയ്ക്ക് വേണ്ടത്? ഒരു ദിവസത്തെ വാടക 100 രൂപ. പക്ഷെ ആദ്യമേ വാടക തരേണ്ടി വരും കേട്ടോ. ഓക്കെ സാർ. ചെരുപ്പ് വാടകയ്ക്ക് എടുക്കുന്ന ബിസിനസ് അടിപൊളിയാകും. അയ്യോ, എന്റെ ചെരുപ്പുകളൊന്നും കാണുന്നില്ലല്ലോ. അമ്മാവാ, അടുത്തരവാ, എന്റെ വായി നോക്കി നിൽക്കുന്നത് എന്തിനാ? കള്ളനെ പിടിക്കോ. എന്റെ പെട്ടിയിലെ ഷൂ ഒക്കെ മോഷണം പോയി. ചെരുപ്പ് വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ അവസാനിച്ചല്ലോ. എന്റെ അനന്തരവാ, എന്റെ ഷൂസ് നീ ഓഫീസിന് പുറത്ത് അഴിച്ചു വെക്കാൻ പറഞ്ഞില്ലേ? ആ കള്ളനെങ്ങാനും കൊണ്ടുപോയാലോ? അമ്മാവാ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ, എങ്കിലേ ഷൂസ് മോഷ്ടിക്കപ്പെടൂ. ദേ നോക്ക്, കള്ളനെങ്ങോട്ടാ പോകുന്നത് കാണുന്നില്ലേ? അതിവൻ എങ്ങനെ അറിയോ? കള്ളനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ചെരുപ്പുകൾ ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കും. ഇപ്പൊ ഈ ചെരുപ്പുകളെ കുറിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് എന്റെ കൂട്ടുകാരോട് പറഞ്ഞല്ലേ പറ്റൂ. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ? ഇതാരോടും പറയരുത് കേട്ടാ, സൂക്ഷിച്ചു വെച്ചോ രഹസ്യം. അനന്തരവാ, ഇവിടെ ചെരുപ്പുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടല്ലോ. ഇതുകൊണ്ട് ഡങ്ക ഡോൾക്കിമാർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവുക? ഇത് മറ്റാരുടെയോ പ്ലാനാണെന്ന് തോന്നുന്നത്. ആ മൂന്നാമനും ഇങ്ങോട്ട് വരും. വഴിക്ക് വെച്ച് ഹീറോയും ഒരു രഹസ്യാന്വേഷകനും ചേർന്ന് അവരുടെ വേൻ അങ്ങ് തടയുന്നു. വേൻ നിർത്തിയാലുടനെ ഹീറോയും ഡിറ്റക്റ്റീവും ചേർന്ന് ഗുണ്ടാ സംഘത്തെ ഇടിച്ചു പിഴിയുന്നു. അപ്പൊ ഇതിൽ എനിക്ക് എന്ത് റോളാണോ ഉള്ളത്? മേഡം, നിങ്ങൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ആ ഗുണ്ടകളെ വെറുതെ വിടരുതെന്ന് ഹീറോയിനും ഡിറ്റക്റ്റീവിനോടും പറയും. അടിക്കോ, ഇനിയും അടിക്കോ, അവരെന്റെ കല്യാണം നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറയണം. അങ്കിൾ, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എവിടെ? ഞങ്ങൾക്കതൊന്ന് നോക്കണമായിരുന്നു. സിനിമയുടെ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുന്ന അറിയട്ടെ. അത് പിന്നെ ഈ സ്ക്രിപ്റ്റ് ഞങ്ങളുടെ മനസ്സിലാണുള്ളത്. ശരി, എല്ലാവരും വരോ, റിഹേഴ്സൽ തുടങ്ങാം. എന്തോ പന്തികേടുണ്ട്. സിനിമയ്ക്ക് സ്ക്രിപ്റ്റും ഇല്ല, സ്റ്റോറിയും പറയുന്നില്ല. ഇത് ചെക്ക് ചെയ്തേ പറ്റൂ. ഇവിടുന്ന് വരുന്നതെങ്കിൽ ക്യാമറ അവിടെ തന്നെയാണ് വെക്കേണ്ടത്, മനസ്സിലായോ? എനിക്ക് ആദ്യമേ സംശയം തോന്നിയിരുന്നു. അങ്കിളെ, ഇത് ഡയറക്ടർ ഒന്നുമല്ല, കുംകാർ സിംഗ് ആണ്. ഇവർ ഉറപ്പായും മോഷ്ടിക്കാൻ വന്നതാ. ഈ ഷൂട്ടിങ്ങിന്റെ പേരും പറഞ്ഞ് വാനും മോഷ്ടിക്കാനാ. എന്ത് വില കൊടുത്തും ഇത് തടഞ്ഞേ പറ്റൂ. ഓ, നിങ്ങൾ പാട്ട് പാടണ്ട, വണ്ടി തടഞ്ഞാ മതി. 2 കൈകളും സൈഡിലേക്ക് നീട്ടി നിൽക്കണം, വണ്ടി തടയുന്നത് പോലെ, മനസ്സിലായോ? എന്റെ മിമിക്രി ചേട്ടാ, ആക്ടിങ് എന്താ തമാശയാണെന്ന് കരുതിയോ? അയ്യോ, അമ്മാവ ഓലക്കയുടെ മൂടും മര്യാദയ്ക്ക് മരത്തിൽ കയറി ഇരിക്കാൻ അറിയില്ല, പിന്നെ എങ്ങനെയാ ഷൂട്ടിംഗ് ചെയ്യുന്നത്? ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ശരി, നമുക്കെന്നാ നോക്കാം. അതാ വാൻ വരുന്നുണ്ട്. ആക്ഷൻ, ഓക്കെ. ഞാൻ ഓക്കെ. നിർത്ത്, വണ്ടി നിർത്താൻ. അയ്യോ,
എന്താടോ ഇത്? ഇവിടെ എന്താ നടക്കുന്നത്? ധാരാടോ ആരാ വണ്ടി തടഞ്ഞത്? ഇവരെ വിടരുത് സാറന്മാരെ, ഇവരെന്റെ വിവാഹത്തിന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ചവരാ. വിടരുത്, വിടരുത്. അടിക്കൂ, അവരെ അടിക്കൂ. കള്ളന്മാരാണ് അവര്, കൊള്ളക്കാരുമാണ് അവര്. വെറുതെ വിടരുത്, അടിക്കൂ. നന്നായി അടിച്ചോളൂ, തെമ്മാടികളെ അടിച്ചോതുക്കൂ. ഇവർക്ക് തക്കതായ ശിക്ഷ നൽകൂ. ഇവരെന്റെ വിവാഹം അലങ്കോലമാക്കി, അവരെ വെറുതെ വിടരുത്. ഓ, ലണ്ടനിലെ ബിസിനസ്മാൻ ആണോ? സ്വാഗതം സ്വാഗതം. സാറിന് എന്താ വേണ്ടത്? എന്റെ ചേട്ടാ, ലണ്ടനിൽ പോലും കിട്ടാത്ത എന്തെങ്കിലും സാധനം കാണിച്ചു കൊടുക്കൂ, എങ്കിലേ അദ്ദേഹം വാങ്ങൂ. കാശിനെ കുറിച്ച് പേടിക്കണ്ട, കാശ് പൗണ്ട്സായി അദ്ദേഹം തരും. ബൗൺസ്? അതിനെന്താ, ഒരു കുഴപ്പമില്ലെന്നേ. ഈ ഷേവിംഗ് ക്രീം ഒന്ന് നോക്കൂ സാർ. ഇതിനേക്കാൾ നല്ല ക്രീമാണ് ലണ്ടനിൽ കിട്ടുന്നത്. ഐ ആം ടോണി ഗോൺസാൽവസ്. ലണ്ടനിൽ കിട്ടാത്തതായ ഒരു സാധനവും ഭൂമിയിലില്ലെന്ന്. നിങ്ങളുടെ കടയിൽ ഇതിനേക്കാളും നല്ല സാധനമൊന്നും ഇല്ലേ? പേയ്മെന്റ് ഒക്കെ തരും, പൗണ്ട്സായിട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഇയാളുടെ പക്കൽ നല്ല സാധനങ്ങളൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ നമ്മൾ പോയിട്ട് വരാം. നിങ്ങൾ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? ഉപഭോക്താവ് ദൈവതുല്യനാണെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ സർവത്തൊന്ന് കുടിച്ചു നോക്ക്. ഇത് കണ്ടോ? സഫാചാറ്റ് സോപ്പ് ഉപയോഗിച്ചപ്പോ എന്റെ മുഖം വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ? ചേട്ടൻ പെട്ടെന്ന് ചെന്നൊരു 10 സഫാചാറ്റ് സോപ്പ് എടുത്തോണ്ട് വരൂന്നേ. എന്താ ഇത് ലാലച്ചേട്ടാ, നിങ്ങൾ ഈ സഫാചേറ്റ് സോപ്പിനെ കുറിച്ച് പറഞ്ഞതേ ഇല്ലല്ലോ. ഇത് ലണ്ടനിൽ കിട്ടുന്ന സോപ്പല്ല. ടോണി ഗോൺസാൽവസ് ഈ സോപ്പ് തന്നെയാ വാങ്ങാൻ പോകുന്നേ, ശരിയല്ലേ ചേട്ടാ? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ സോപ്പൊന്നും ബാക്കിയില്ലല്ലോ. എന്താ, സ്റ്റോക്ക് ഇല്ലെന്നോ? അയ്യോ, ഞാൻ പോവാണ്. എന്താന്ന്, ലണ്ടനിൽ കിട്ടാത്ത ഒരേ ഒരു വസ്തു ഇവിടെ ഉണ്ടെന്നാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ സ്റ്റോക്കും ഞാൻ ലണ്ടനിലേക്ക് കൊണ്ടുപോയി നല്ല വിലക്ക് വെക്കുമായിരുന്നു. പക്ഷെ തന്റെ കടയിൽ സ്റ്റോക്ക് ഒന്നും ഇല്ലെന്നല്ലേ താൻ പറയുന്നത്? വെരി ബാഡ്, വെരി ബാഡ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. എന്റെ മെമിക്രി അങ്കിളെ ഓവർ ആക്ടിംഗ് ഒന്നും വേണ്ട, അത് പിന്നെ നമുക്ക് പണിയാവും. ഉപഭോക്താവ് ദൈവതുല്യനാണെന്നല്ലേ പറയാറ്. ടോണി സാറേ, എനിക്ക് കുറച്ച് സാവകാശം വേണമായിരുന്നു. ഞാൻ സാറിന് വേണ്ടി ഈ സഫാചാറ്റ് സോപ്പിന്റെ സ്റ്റോക്ക് മുഴുവൻ ഇവിടെ എത്തിച്ചു തരാം. ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിനാണ് ഞാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ സോപ്പ് മുഴുവൻ എനിക്ക് ലഭിച്ചിരിക്കണം. ഓക്കെ. മാർക്കറ്റിലെ വിലയേക്കാൾ ഇരട്ടി വിലയ്ക്ക് നിങ്ങളുടെ സ്വർണം വിൽക്കാൻ അവസരം. ഈ ഓഫർ ഒരു ദിവസത്തേക്ക് മാത്രം. അത് കൊള്ളാവല്ലോ. എനിക്ക് സൗജന്യമായി കിട്ടിയ സ്വർണം ഞാൻ ഇന്ന് ഇരട്ടി വിലയ്ക്ക് വിൽക്കും. അങ്ങനെ ഞാൻ സമ്പന്നനായി മാറും. സമ്മതിക്കണം, സമ്മതിക്കണം. അറിഞ്ഞില്ലേ, അനന്തരവൻ ഒരു സ്പെഷ്യൽ കെമിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിൽ ഒഴിക്കുകയാണെങ്കിൽ സ്വർണം നീല നിറമാവും. അങ്ങനെ കള്ളനെ പിടിക്കാൻ സാധിക്കും അത്രേ. പക്ഷെ നമ്മൾ കള്ളനെ നേരിട്ട് കണ്ടവരല്ലേ, അവനെ ആദ്യം തന്നെ നമുക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. ഞാൻ ആലോചിക്കുന്നതാ. സൂത്രക്കാരനോട് തന്നെ വേണോ സൂത്രം? എന്റെ കയ്യിൽ ഒരു സൂപ്പർ വാഷർ കെമിക്കൽ ഉണ്ട്. ഇത് എല്ലാ കെമിക്കൽസിന്റെയും അംശം തുടച്ചു മാറ്റും. പിന്നെ ആ അനന്തരവനും എന്നെ പിടിക്കാൻ കഴിയില്ല. ഇനി ഞാൻ അവരുടെ കടയിൽ തന്നെ എന്റെ സ്വർണം മുഴുവനും വിൽക്കും. അങ്ങനെ ഞാൻ ഇരട്ടി പണം സ്വന്തമാക്കും. ഓ നോ, ഈ സാരി എന്റെ കാലുകൾക്കിടയിൽ കുടുങ്ങുകയാണല്ലോ. അതെ അമ്മാവാ, ഈ സ്ത്രീ എന്തിനാ ആണുങ്ങളുടെ ചെരുപ്പ് ധരിച്ചിരിക്കുന്നത്? എന്തോ പന്തികേടുണ്ടല്ലോ. പൂന്തമാദേവി എന്ന എന്റെ പേര്. ഈ സ്വർണം വിൽക്കാൻ വേണ്ടി വന്നതാ. വരൂ മാഡം. എടാ മോനെ, ഈ സ്വർണ്ണം എത്രയുണ്ടെന്നൊന്ന് തൂക്കി നോക്കിട്ട് വാ.
ഇതിന്റെ നിറം മാറിയില്ലല്ലോ. അപ്പോൾ ഈ ഓന്തമ്മാദേവി ഒരു കള്ളിയല്ല അല്ലേ? അമ്മാവാ, ഇപ്പോഴും എന്തോ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നേ. ഈ വന്നത് കള്ളനാണെങ്കിൽ സ്വർണത്തിൽ ഉപയോഗിച്ച കെമിക്കൽ അയാളുടെ വിരലിലോ മോതിരത്തിലോ ഉണ്ടാവും. ഹലോ ദേവി മാഡം, നിങ്ങളുടെ മോതിരത്തിന്റെ കളർ എന്താ ഒന്നിനെ പോലെ മാറുന്നത്? ഓഹോ, അപ്പൊ ഇവളാണല്ലേ കള്ളി? ഏ? അതേ, പോലീസ് മാഡം, അതാ വരുന്നു കള്ളൻ, അവനെ പിടിക്കേ.